ഹലോ ഗൈസ്, എത്ര വൃത്തിയാക്കി വെച്ചാലും ഏറ്റവും പെട്ടെന്ന് വൃത്തികേടാവുന്ന സാധനമാണ് കേട്ടോ ഈ ഷെൽഫ്. ഞാൻ എല്ലാ ഡ്രസ്സും മടക്കി പടക്കി വെക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അടിയിൽ നിന്ന് വലിക്കുമ്പോഴേക്കും മൊത്തം ഡ്രസ്സും ചടപടയെന്ന് പറഞ്ഞ് വീഴും കേട്ടോ. ഇത് ഞാൻ എത്ര പ്രാവശ്യമാണ് ഷെൽഫ് മടക്കി വെക്കൽ അറിയാം. ഈ ഡ്രസ്സ് മടക്കി വെക്കുമ്പോൾ എൻ്റെ എല്ലാം കോളാവുന്നുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എൻ്റെ ഷെൽഫ് ഒന്ന് വൃത്തിയാക്കാമെന്ന്. വൃത്തിയാക്കി എൻ്റെ ഊപ്പാട് ഇളകി ഗൈസ്. എല്ലാ ഡ്രസ്സും വാരി വലിച്ചിട്ടിട്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മടക്കി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷെൽഫ് എങ്ങനെയല്ലോ കൊണ്ട് മടക്കി വെച്ചു. ഇതിൽ 2 ദിവസമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വലിക്കുമ്പോഴേക്കും എല്ലാം വൃത്തികേടായിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സെല്ലാം അടക്കി പറക്കി വെക്കുമ്പോഴാണ് എൻ്റെ കല്യാണ സാരീൻ്റെ പെട്ടി കിട്ടിയത്. അപ്പോൾ കണ്ടപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഗൈസ്, ഞാൻ കല്യാണത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. ഈ കളറിലത്, ഈ പിങ്ക് റെഡിഷ് കളറില്ലത്, പിന്നെ അടിയിലില്ല വയലറ്റ് കളറില്ല, വയലറ്റാ ബ്ലൂ എന്നറിയില്ല. അത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ്. പിന്നെ ഏട്ടൻ്റെ ജുബിയും മുണ്ടെല്ലാം ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ പിന്നെ അതെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡാക്കാമെന്ന്. ഈ വീഡിയോയിൽ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ കല്യാണത്തിൻ്റെ ഫോട്ടോസ്. ഇതൊരു 6 വർഷം മുന്നേ ഉള്ളതാണ് കേട്ടോ. ഈ 6 വർഷം മുന്നേ നമ്മളെ കല്യാണം കഴിഞ്ഞിനി. അപ്പം ഇതാണ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയ കളർ കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ നിന്നില്ലേ കല്യാണ സാരീൻ്റെ കളറാണ്. രണ്ടും നല്ല കളറാണ് കേട്ടോ. ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ് രണ്ടും. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.